മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിപ്പിച്ചത് ശരിവെച്ച് ഹൈക്കോടതി. ലീഗ് നേതാവ് യു എ ലത്തീഫ് നൽകിയ അപ്പീലാണ് തള്ളിയിരിക്കുന്നത്. പ്രാഥമിക സഹകരണ ബാങ്കിൽ നൽകിയ അപ്പീലുകളും ഹൈക്കോടതി തള്ളി. സർക്കാർ നടപടി നിയമപരമെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ശ്യാം ദേവരാജ് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെച്ച കാര്യം ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചാണോ സ്ഥിരീകരിച്ചിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. നേരത്തെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കുമായി ലയിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ആണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് അത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. കാരണം 14 ജില്ലാ സഹകരണ ബാങ്കുകളിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാത്രമായിരുന്നു കേരള ബാങ്കുമായി ലയിക്കാനുണ്ടായിരുന്നത്. അത് ലീഗ് നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയുമായിരുന്നു. മറ്റ് 13 ബാങ്കുകളും കേരള ബാങ്കിൽ ലയിച്ചെങ്കിലും മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് അതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ വന്നു. ആദ്യം സിംഗിൾ ബെഞ്ച് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന്റെയും പ്രാദേശിക സഹകരണ ബാങ്കുകളുടെയും ഈ അമാൽഗമേഷൻ അല്ലെങ്കിൽ ഏറ്റെടുത്ത നടപടി, ലയിപ്പിക്കുന്ന നടപടി ശരിവച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു എ ലത്തീഫ് ഉൾപ്പെടെയുള്ളവരും ഈ പ്രാഥമിക സഹകരണ ബാങ്കുകളും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയും ഈ നിലപാട് ഡിവിഷൻ ബെഞ്ചിന്റെ സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരിക്കുന്നു. ഇതോടെ UDF നേതൃത്വത്തിലുള്ള മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കൂടി കേരള ബാങ്കിന്റെ ഭാഗമാകുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സർക്കാർ ഒരു സഹകരണ സൊസൈറ്റി നിയമത്തിലൊരു ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ആ ഭേദഗതിയുടെ ഏറ്റവും കാതലായ കാര്യം ഇതാണ്: ലയന പ്രമേയമോ അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ലെങ്കിലും ജില്ലാ സഹകരണ ബാങ്കുകളെ ഏറ്റെടുക്കാം എന്നായിരുന്നു ഈ സഹകരണ നിയമത്തിലുള്ള ഭേദഗതി. ഈ നിർബന്ധിതമായി ജില്ലാ സഹകരണ ബാങ്കുകളെ ഏറ്റെടുക്കാൻ കേരള ബാങ്കിന് ഇതുവഴി അധികാരവും നൽകിയിരുന്നു. 2021 ഹർജിക്ക് ആധാരമായ നിയമ ഭേദഗതി സംസ്ഥാന സർക്കാർ കൊണ്ടുവരികയും ചെയ്തത്. ഇത് ചോദ്യം ചെയ്താണ് യു എ ലത്തീഫ് ഉൾപ്പെടെയുള്ള ആളുകളും പ്രാഥമിക സഹകരണ സംഘങ്ങളും ഹൈക്കോടതിയെ സമീപിച്ചതും. ആദ്യം ആ നിയമ ഭേദഗതി സിംഗിൾ ബെഞ്ച് ശരിവെച്ചതും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അംഗീകാരം നൽകി. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. നേരത്തെ തന്നെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ബാങ്ക് തന്നെ ഡയറക്ടർ ബോർഡ് സ്ഥാനവും ഏറ്റെടുത്തിരുന്നു കേരള ബാങ്കിൽ. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ച് ഇത് അംഗീകരിക്കുന്നത് ഏതാണ്ട് സാങ്കേതികമായിരുന്നു. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്.